പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനായ അഘോരി ബാവയുടെ ഏറെ പ്രശസ്തമായൊരു പ്രവചനം. കുറച്ച് നക്ഷത്ര ജാതകർ 2025 മുമ്പ് തന്നെ സാമ്പത്തിക ഉന്നതി കൈവരിക്കുകയും അംബാനിയെപ്പോലെ ജീവിതം നയിക്കാൻ ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്യുന്ന നക്ഷത്ര ജാതകർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ മഹാപ്രവചനം വളരെ വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസ് നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. ആരൊക്കെയാണ് ഈ നക്ഷത്ര ജാതകരെന്നും 2025 മുൻപ് ഇവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന മഹാഭാഗ്യങ്ങൾ നിറഞ്ഞ സന്ദർഭങ്ങൾ എന്തൊക്കെയെന്നും വളരെ വിശദമായിട്ടൊന്ന് മനസ്സിലാക്കാം. അതിനു മുൻപ് എൻ്റെ പ്രിയ പ്രേക്ഷകർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവരുടെ ജീവിതത്തിൽ എല്ലാ ദോഷങ്ങൾക്കും അവസാനം കുറിക്കുന്നൊരു കാലഘട്ടമാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ കൂടുതലായിട്ട് പുലർത്തേണ്ടതാണ്. വിശ്വാസവഞ്ചനകളെ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കും. ഇനി സാമ്പത്തിക പുരോഗതിയുടെ കാലമാണ്. വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിലൂടെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്താൻ സാധ്യതകൾ കൂടുതലാണ്. മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരുമൊക്കെയായിട്ടുള്ള ബന്ധങ്ങൾ ഊഷ്മളമായിട്ട് നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. പുതിയ ഗൃഹനിർമ്മാണത്തിന് ഉള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. വലിയ മനക്ലേശങ്ങളിൽ നിന്ന് മോചിതനാകാൻ സാധിക്കും. പുതിയ ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതോടുകൂടി ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ പുതിയ ഗൃഹത്തിലേക്ക് താമസം മാറാനും സാധിക്കും. വാഹനങ്ങളിലെ കേടുപാടുകൾ പരിഹരിക്കുന്നതിന് ചെറിയ തോതിലുള്ള ധനം ചിലവാക്കേണ്ടതായിട്ട് വരും. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ കഠിനാധ്വാനത്തിനുള്ള ഫലം ലഭ്യമാകുന്നതിൻ്റെ ആദ്യ ചലനങ്ങൾ ദൃശ്യമാകും. കലാകായിക സാഹിത്യ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരുന്നതിൻ്റെ തുടക്കവും ഉണ്ടാകുന്നതാണ്. ശാസ്ത്രീയ മേഖലയിൽ ഉള്ളവർക്ക് മനസംതൃപ്തി വർദ്ധിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വ്യാഴാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക. ഭാഗവതം, നാരായണീയം, വിഷ്ണു സഹസ്രനാമം എന്നിവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിത്യേന പാരായണം ചെയ്യാനും ശ്രദ്ധിക്കുക. ഇനി മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തലയിലും ശരീരത്തിൽ മുഴുവനായും മാനസികമായും അനുഭവപ്പെടുന്ന വേദനകൾക്ക് ശമനം വരുന്നതാണ്. രോഗികൾക്ക് യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ചികിത്സ ലഭിക്കുകയും രോഗമുക്തിക്കും സാധ്യതയുണ്ട്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് സമൃദ്ധിയും യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കുള്ള തടസ്സങ്ങളും നീങ്ങിത്തുടങ്ങും. വൈവാഹിക ബന്ധങ്ങൾ, ദാമ്പത്യം എന്നിവ കെട്ടുറപ്പോടെ നിലനിർത്താൻ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടതാണ്. വ്യവസായികൾക്കും കച്ചവടക്കാർക്കും അപ്രതീക്ഷിത സാമ്പത്തിക ലാഭങ്ങൾ വന്നു ചേരും. പുതിയ ഗൃഹനിർമ്മാണത്തിനും ആലോചിക്കാവുന്നതാണ്. കാലങ്ങളായി കർമ്മതടസ്സം നേരിട്ടവർക്ക് തൊഴിൽ ലഭ്യത ഉണ്ടാകും. സ്ഥാനക്കയറ്റങ്ങൾക്കും ശ്രമിക്കാവുന്നതാണ്. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ നടക്കും. ശരീരത്തിൽ രോഗഭീതി വരുമെങ്കിലും സുഖപ്പെടും. മൂത്രാശയ രോഗങ്ങൾ, ഉദരരോഗങ്ങൾ, പ്രമേഹജന്യ രോഗങ്ങൾ എന്നിവ ഈ കാലഘട്ടത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. തലവേദന, സന്ധികളിൽ വേദന എന്നിവ സമയത്തിൻ്റെ പ്രശ്നം മാത്രമാണെന്ന് മനസ്സിലാക്കുന്നതും നന്നാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗുരുവാരവ്രതം, ശനിയാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിച്ച് യഥാക്രമം വിഷ്ണു ഭജനം, ശനീശ്വര ഭജനം എന്നിവ ചെയ്യുക. ശനിയാഴ്ചകളിൽ ഗൃഹത്തിൽ ഒരു എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് ഗുണം ചെയ്യും. ഇനി നമുക്ക് പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ചൊന്ന് നോക്കാം. പൊതുവെ നല്ല സമയമാണ്. എല്ലാ പ്രതിസന്ധികൾക്കും അയവുകൾ പ്രതീക്ഷിക്കാം. കുഞ്ഞുങ്ങളിൽ അസുഖങ്ങൾ സുഖപ്പെടാനും വിദ്യാർത്ഥികളിൽ പഠന മികവിനും സാധ്യതയുണ്ട്. വാഹനങ്ങളിൽ നിന്നുള്ള ചെറിയ അപകടങ്ങൾ മാറിക്കിട്ടും. ചെറിയ മക്കളിൽ നാവേറുകളും നീർദോഷം പോലുള്ള പ്രശ്നങ്ങളും കാരണം സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുകയില്ല. ഇവരുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. നേരിയ കാരണങ്ങൾ കൊണ്ട് മുൻപ്
വലിയ നഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് അത് തിരികെ പിടിക്കുന്നതിനുള്ള സമയം കൂടിയാണ്. ധനപരമായും വസ്തുവകകൾ ഹേതുകവുമായിട്ടുള്ള നിയമ പോരാട്ടങ്ങളിൽ ഈ സമയത്ത് വിജയം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികളിലെ തടസ്സങ്ങൾ പരിഹരിച്ചു കിട്ടും. അതിന് അധ്യാപകരുടെ പൂർണ്ണ പിന്തുണയും വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. വലിയ ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികൾ കൂടുതൽ അവസരങ്ങൾക്കായിട്ട് കാത്തു നിൽക്കാതെ കർമ്മനിരതമായി ലഭ്യമായ തൊഴിലുകൾ നല്ലപോലെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. മനസ്സിൽ ആഗ്രഹിച്ചതായ കർമ്മത്തിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക. വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക്, തുളസിമാല, പായസം എന്നിവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. ഈ നക്ഷത്രക്കാർക്ക് ശനിദോഷമൊക്കെ അവസാനിക്കുന്നൊരു സമയം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ഭാഗ്യം ഏറെക്കുറെ ലഭിക്കേണ്ട സമയമാണ്. നല്ല രീതിയിൽ ഈശ്വരാധീനം നിലനിർത്തിക്കൊണ്ട് നാമജപങ്ങളിലൂടെ വലിയ വലിയ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കണം. അതിന് ആത്മവിശ്വാസവും നല്ലതാണ്. വ്യാഴ ആനുകൂല്യം ഉള്ളതുകൊണ്ട് നല്ല കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. രോഗദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. സൗഹൃദങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എന്നിവിടങ്ങളിൽ ശൈഥില്യം വരാതിരിക്കാൻ വേണ്ടതായ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ബുധനും ശുക്രനും അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും. ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല. വിദേശത്ത് തൊഴിലെടുക്കുന്നവരും വ്യാപാരങ്ങൾ നടത്തുന്നവരും മുമ്പ് സംഭവിച്ചതായ നഷ്ടങ്ങളിൽ നിന്നും പതുക്കെയാണെങ്കിലും കരകയറുവാൻ തുടങ്ങും. തൊഴിൽ അന്വേഷകർക്കും അഭ്യസ്ത വിദ്യർക്കും ശുഭകാര്യങ്ങൾ സംഭവിക്കും. ഇവർ ദോഷപരിഹാരമായിട്ട് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ഗൃഹത്തിൽ എള്ളുതിരി കത്തിക്കുക. ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, നീരാജനം, കറുത്ത പട്ടുചാർത്തൽ, പായസം എന്നിവ യഥാശക്തി നടത്തുക. ജന്മനാളുകളിൽ ശിവക്ഷേത്രത്തിൽ ആയുസൂക്തം, പുഷ്പാഞ്ജലി, ശംഖാഭിഷേകം, വിളക്ക് എന്നിവ നടത്തുന്നതും ഉത്തമമാണ്. ഇനി നോക്കാം പൂരം നക്ഷത്ര ജാതകരെ കുറിച്ച്. പൂരം നക്ഷത്ര ജാതകർക്ക് കർമ്മസംബന്ധമായ ഉയർച്ചകൾ ലഭിക്കുകയാണ്. പാരിതോഷികങ്ങൾ എന്നിവ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകും. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കണം. രേഖാപരമായ കാര്യങ്ങൾ, ബാങ്ക് ഇടപാടുകൾ എന്നിവ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാനും ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ കാണുവാനും സന്തോഷം പങ്കുവെക്കുവാനും അവസരം ലഭിക്കും. നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കും. യാത്രകൾ ശുഭവും ഫലപ്രദവും ആകും. കർഷകർക്കും കലാകാരന്മാർക്കും പൊതുവെ മെച്ചപ്പെട്ട ഫലങ്ങൾ ഉണ്ടാകും. മുടങ്ങി നിൽക്കുന്ന വിദേശയാത്രകൾ തടസ്സങ്ങൾ നീങ്ങി നല്ല രീതിയിൽ ശുഭമായിട്ട് നടക്കും. കാലുകൾക്കും ഉദരത്തിനും ചെറിയ അസുഖങ്ങളും വേദനയും അനുഭവപ്പെടുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. ആയുധങ്ങൾ, മറ്റിരുപ്പ് കൊണ്ടുള്ള വസ്തുക്കൾ, യന്ത്രങ്ങൾ എന്നിവയിൽ നിന്നൊക്കെയുള്ള അപകടങ്ങൾ ശ്രദ്ധിക്കണം. പുതിയ ഗൃഹങ്ങൾ നിർമ്മിക്കാനോ വാങ്ങുവാനോ പറ്റിയ സമയമാണ്. ധനവിനിയോഗം കാര്യക്ഷമവും ശ്രദ്ധാപൂർവവും ആക്കുക. പ്രണയിക്കുന്നവർക്ക് ഇഷ്ടപ്രാപ്തിക്ക് സാധ്യതയുള്ള ദിവസങ്ങൾ കൂടിയാണ് ഇവരെ കാത്തിരിക്കുന്നത്. ഇവർ ദോഷപരിഹാരാർത്ഥം വ്യാഴാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക. ഭാഗവതം, നാരായണീയം, വിഷ്ണു സഹസ്രനാമം ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിത്യേന പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പൊതുവെ ഈശ്വരാധീനമുള്ള സമയമാണെങ്കിലും കാര്യങ്ങൾ എല്ലാം പ്രതീക്ഷയ്ക്കൊത്ത് നടക്കണം എന്നില്ല. എങ്കിലും ഈ ആഴ്ചയുടെ അവസാനം കൂടി ശുഭമായിട്ട് പര്യവസാനിക്കുകയും 2025 വരെ സർവ്വ ഐശ്വര്യം ഉണ്ടാകുകയും ചെയ്യും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമയബന്ധിതമായി എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് നല്ലതാണ്. മത്സര പരീക്ഷകളിലും തൊഴിൽ അന്വേഷണങ്ങളിലും മനസ്സംതൃപ്തി വർദ്ധിച്ചു തുടങ്ങും. സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കാനും നഷ്ടപ്പെട്ടവ തിരികെ വരുന്നതിനുമുള്ള വഴികൾ തുറക്കുന്നതും കാണുവാൻ ഈ ദിവസങ്ങളിൽ സാധിക്കും. കുഞ്ഞുങ്ങളിൽ രോഗങ്ങളും മറ്റ് ശാരീരികവും മാനസികവുമായ വൈഷമ്യങ്ങളും ധാരാളമായിട്ട് അനുഭവപ്പെട്ടവർക്ക് അതിൽ നിന്നൊരു പരിഹാരം ലഭിക്കും. വാഹനങ്ങൾ, നാൽക്കാലികൾ എന്നിവയെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട ഒരു സമയം കൂടിയാണ്.
പുതിയ ഗൃഹങ്ങൾ നിർമ്മിക്കാനോ വാങ്ങുന്നതിനോ പറ്റിയ സമയം കൂടിയാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് നിത്യേന നാമജപം നടത്തേണ്ടതാണ്. രാമനാമം പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ശിവഭഗവാനെയും ശ്രീരാമസ്വാമിയെയും പ്രീതിപ്പെടുത്തുന്നത് വേഗം തന്നെ ദോഷശാന്തി നൽകുന്നതായിരിക്കും.